ബഹിരാകാശ ഗവേഷണ രംഗത്തെ നിർണായകമായ ഒരു കണ്ടെത്തലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡ്രാക്കോ നക്ഷത്ര സമൂഹത്തിൽ 2 ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ് നാസയുടെ ടെസ് ദൗത്യം. ഭൂമിയിൽ നിന്ന് 250 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന 2 ഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രാക്കോ നക്ഷത്ര സമൂഹത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട്. സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞതും കൂടുതൽ തണുത്തതുമായ ഒരു നക്ഷത്രത്തെയാണ് ഇരു ഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗ്രഹങ്ങളെ കണ്ടെത്തിയത് നാസയുടെ ടെസ് ടെലിസ്കോപ്പ് സംവിധാനമാണ്. ഇതിലൊരു ഗ്രഹം ഭൂമിയേക്കാൾ അല്പം കൂടി വലിപ്പമുള്ളതും പാറക്കെട്ടുകൾ നിറഞ്ഞതാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. എന്നാൽ ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ളതാണ് രണ്ടാമത്തെ ഗ്രഹം. ഇതിന് ഹൈഡ്രജൻ നിറഞ്ഞ അന്തരീക്ഷമാണുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത കാലത്തായി സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകൾ എന്നാണ് ഇത്തരം ഗ്രഹങ്ങൾ അറിയപ്പെടുന്നത്. സൗരയൂഥത്തിന്റെയും അതിലെ ഗ്രഹങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠന സാധ്യത, ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ ശാസ്ത്രലോകം പഠനവിധേയമാക്കുന്നുണ്ട്. 1990-ലായിരുന്നു ആദ്യ എക്സോ പ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. തുടർന്ന് ഇതുവരെ 5000-ഓളം എക്സോ പ്ലാനറ്റുകളെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. ഭൂമി, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ പോലെ ഉറച്ച പുറം ഘടനയുള്ളവയും വ്യാഴം, ശനി തുടങ്ങിയവയെ പോലെ വായുഘടന ഉള്ളവയും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് കണ്ടെത്തൽ. സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയെ പോലെ ഏതെങ്കിലും നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നവയാണ് ഇവയിൽ കൂടുതലുമുള്ളത്. എന്നാൽ 2 നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളെയും കണ്ടെത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. നക്ഷത്രങ്ങളെയൊന്നും ഭ്രമണം ചെയ്യാതെ സ്വതന്ത്രരായി നടക്കുന്ന എക്സോ പ്ലാനറ്റുകളുമുണ്ട് പ്രപഞ്ചത്തിൽ. എപ്സിലോൺ എറിഡാനി എന്നാണ് സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ പേര്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് 10.5 പ്രകാശവർഷം അകലെയാണ്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ, അതായത് എക്സോ പ്ലാനറ്റുകൾ നിരീക്ഷിക്കാനായി നാസ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമാണ് ടെസ് അഥവാ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ്. സൗരയൂഥത്തിന് പുറത്ത് ജീവന് അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഫ്ലോറിഡയിലെ കേപ്പ് കാനവറലിൽ നിന്നും സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് 2018 ഏപ്രിൽ 16-നായിരുന്നു ടെസ് വിക്ഷേപിച്ചത്. ഭൂമിയിലേക്ക് അടുക്കും തോറും ഓരോ 13 ദിവസത്തെ ഇടവേളകളിൽ ടെസ് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കാറുണ്ട്. 2 വർഷവും 60 ദിവസവുമാണ് ഇതിന്റെ പ്രവർത്തന ഘട്ടം. ബഹിരാകാശത്തെ 26 ഭാഗങ്ങളായി തിരിച്ചാണ് ടെസിന്റെ അതീവ ശേഷിയുള്ള ക്യാമറകൾ പ്രവർത്തിക്കുന്നത്. ആദ്യ വർഷം തെക്കൻ ദിശയിലും പിന്നീടുള്ള 1 വർഷം വടക്കൻ ദിശയിലുമുള്ള ആകാശത്തിലാകും ടെസ് നിരീക്ഷണം നടത്തുന്നത്. നാസ നേരത്തെ വിക്ഷേപിച്ച ക്ലെപ്പർ ദൗത്യമാണ് സൗരയൂഥത്തിന് പുറത്തുള്ള 3000-ലധികം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. ക്ലെപ്പർ ദൗത്യത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ടെസ്സിന് നിർവഹിക്കാനുള്ളത്. 300 പ്രകാശ വർഷങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന 2 ലക്ഷത്തോളം നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയുമാണ് ടെസ് നിരീക്ഷിക്കുന്നത്. ഗ്രഹങ്ങളുടെ ഭ്രമണത്തിനിടെ നക്ഷത്ര പ്രകാശ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം വിലയിരുത്താനാണ് ടെസ്സിന്റെ പ്രവർത്തനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.